നമസ്കാരം. ഇങ്ങോട്ട് ചൊറിഞ്ഞാൽ കേറിയങ്ങ് മാന്തുക, ഇതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നയം. ഇന്ത്യയെ ചൊറിഞ്ഞവർ അയ്യോ വേണ്ടിയിരുന്നില്ല എന്ന് മനസ്സിലാക്കണം. അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും മോദി ഇന്ന് ഇന്ത്യയിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. കൂടാതെ അജിത് ഡോവലിനെ പോലെയുള്ള ബുദ്ധിരാക്ഷസന്മാർ കൂടെയുള്ളപ്പോൾ കളി മാറുകയും ചെയ്യും. ഭീകരരുടെ പേടി സ്വപ്നമായ അജിത് ഡോവലിന്റെ പുതിയ നീക്കം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ശത്രുക്കളെ അവരുടെ മടയിൽ കയറി തീർക്കുന്ന അജിത് ഡോവൽ ഒന്നും വെറുതെ ചെയ്യില്ലെന്ന് പാകിസ്ഥാന് നന്നായിട്ടറിയാം. അജിത് ഡോവൽ റഷ്യയിലേക്ക് പോകുന്നതാണ് പാകിസ്ഥാന്റെ നെഞ്ചെടുപ്പ് കൂടാൻ കാരണം. നമുക്കറിയാം, വെറുതെ ഇരുന്ന് ഇന്ത്യയെ ചൊറിഞ്ഞ പാകിസ്ഥാന് ചുട്ട മറുപടി നൽകാൻ ഇന്ത്യയെ സഹായിച്ചത് S-400 വ്യോമ പ്രതിരോധ സംവിധാനം കൂടിയായിരുന്നു. വീണ്ടും S-400 വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ വാങ്ങാനൊരുങ്ങുന്നതാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ നെട്ടോട്ടത്തിന് കാരണം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ ഫലപ്രദമായി തടയാനും നശിപ്പിക്കാനും S-400 വ്യോമ പ്രതിരോധ സംവിധാനം വഹിച്ച പങ്ക് ചെറുതായിരുന്നില്ല. ശേഷിക്കുന്ന 2 S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എത്രയും വേഗം വിതരണം ചെയ്യണമെന്നാണ് അജിത് ഡോവൽ റഷ്യയോട് ആവശ്യപ്പെടാൻ പോകുന്നത്. അജിത് ഡോവൽ ഒരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. അത് പാകിസ്ഥാനും നല്ലവണ്ണം അറിയാം. അതിനാൽ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉള്ളത്. അതേസമയം ലോകത്തിലെ ഏറ്റവും പുതിയ ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നായ S-400 റഷ്യയുടെ അൽമാസാൻഡെ നിർമ്മിച്ചതാണ്. വിമാനങ്ങൾ, ഡ്രോണുകൾ, മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ കണ്ടെത്താനും അവയെ ട്രാക്ക് ചെയ്യാനും നശിപ്പിക്കാനും ഇവയ്ക്ക് സാധിക്കും. 400 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ കണ്ടെത്താനും ആക്രമിക്കാനും കഴിയുന്ന ഇതിന് ദീർഘദൂര ഭീഷണികൾക്കെതിരെ ഫലപ്രദമായ പ്രതിരോധം തീർക്കാനും സാധിക്കുന്നു. ഒപ്പം സ്റ്റെൽത്ത് വിമാനങ്ങൾ, ഡ്രോണുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ഉൾപ്പെടെ 30 കിലോമീറ്റർ ഉയരത്തിലുള്ള വ്യോമ ഭീഷണികളെ ലക്ഷ്യമിടാനും ഇവയ്ക്ക് സാധിക്കും. അതേസമയം S-400ന്റെ 5 യൂണിറ്റ് വാങ്ങാൻ 2018 ഇന്ത്യ റഷ്യയുമായി $550 കോടി കരാറിൽ ആദ്യമായി ഒപ്പിടുന്നത്. 24 മാസത്തിനകം ഇവ ലഭ്യമാക്കണമെന്നായിരുന്നു റഷ്യ ആദ്യം പറഞ്ഞത്. എന്നാൽ നിരവധി കാരണങ്ങളാൽ വിതരണം താമസിച്ചു. പിന്നീട് 2021 ഇത് ഇന്ത്യക്ക് കൈമാറുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പകരമായി പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ആക്രമണം ഇന്ത്യ ചെറുത്തത് S-400 മിസൈൽ പ്രതിരോധ സംവിധാനത്തിലൂടെയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമായി 9 ഇടത്ത് ഇന്ത്യ ആക്രമണം നടത്തി. ഇതിന് പിന്നാലെ തന്നെ പ്രത്യാക്രമണം പ്രതിരോധിക്കാനായി S-400 മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യ ആക്ടിവേറ്റ് ചെയ്തിരുന്നു. 5 S-400 മിസൈൽ സംവിധാനമാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയത്. ഇതിൽ 3 എണ്ണമാണ് ഇപ്പോൾ ഇന്ത്യക്ക് വിതരണം ചെയ്തിട്ടുള്ളത്. ഇതിലൊന്ന് പാക് അതിർത്തിയുടെ സുരക്ഷയ്ക്കായാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇന്ത്യ ഇതിന് സുദർശൻ ചക്ര എന്നാണ് പേരിട്ടിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ വീണ്ടും S-400 വാങ്ങുന്നത് പാകിസ്ഥാന് മാത്രമല്ല ശത്രു രാജ്യങ്ങളുടെയും നെഞ്ചെടുപ്പ് കൂട്ടുകയാണെന്ന് തന്നെ പറയാം. കാരണം പഴയ ഇന്ത്യയല്ല മോദിയുടെ ഇന്ത്യ.